Welcome to BSc Main Physics, Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management. The unit is Disaster Management, and the topic of discussion today is impacts of global climatic change. Impacts of global climate change, class number S39. Impacts of global climate change. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഇമ്പാക്റ്റുകളാണ്, അതെന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത്, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്ന്. ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. Impacts of global climate change. Though we often think about human-induced climate change as something that will happen in the future, it is an ongoing process. Ecosystems and communities in the United States and around the world are being impacted today. Though we often think about human-induced climate change as something that will happen in the future, it is an ongoing process. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കും. അത് മനുഷ്യരാണ് അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. അങ്ങനെയാണെങ്കിലും ഇതിങ്ങനെ ഒരു തുടർ പ്രോസസ്സാണ്. മറ്റു കാലങ്ങളാലും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ നാച്ചുറലായിട്ടും ചില കാര്യങ്ങൾ മൂലം ഈ ക്ലൈമറ്റിന് ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. Ecosystems and communities in the United States and around the world are being impacted today. നമ്മുടെ പരിസ്ഥിതി സംവിധാനവും അതുപോലെ തന്നെ സമൂഹവുമെല്ലാം ഈ ക്ലൈമറ്റ് ചേഞ്ചിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. Global temperatures rose about 1.98 Fahrenheit, that is equal to 1.1 degrees Celsius from 1901 to 2020. But climate changes refer to more than an increase in temperature. Global temperatures rose about 1.98 Fahrenheit, that is equal to 1.1 degrees Celsius from 1901 to 2020. But climate change refers to more than an increase in temperature. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്താൽ നമ്മുടെ ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ, ഈ ലോകത്തിലെ ഈ ഊഷ്മാവ് അത് 1.98 ഫാരൻഹീറ്റ് കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു 1901 മുതൽ 2020 കാലം പരിശോധിച്ചാൽ ഒരു 100-120 കൊല്ലം കൊണ്ട് ടെമ്പറേച്ചർ 2 ഡിഗ്രി ഫാരൻഹീറ്റിന് അടുത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ, ഈ കാലാവസ്ഥാ വ്യതിയാനം ടെമ്പറേച്ചർ ഉയർത്തിയെന്ന് മാത്രമല്ല വേറെയും ചില എഫക്റ്റുകളുണ്ട്. മോർ ദാൻ ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് മാത്രമല്ല, മറ്റും ചില കാര്യങ്ങൾ നമുക്കിവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് സീ ലെവൽ റൈസ്. ടെമ്പറേച്ചർ കൂടുന്നതിനൊപ്പം ഈ ജലവിധാനം കൂടും. ചേഞ്ചസ് ഇൻ വെതർ പാറ്റേൺസ് ലൈക്ക് ഡ്രോട്ട് ആൻഡ് ഫ്ലഡിങ്, വെള്ളപ്പൊക്കവും വരൾച്ചയും ഉണ്ടാകും. അതിന് മച്ചുമോർ കൂടുതൽ കാര്യങ്ങളും. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൂടി ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ടെമ്പറേച്ചർ കൂടുന്നതിനൊപ്പം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഈ വരൾച്ചയും അതുപോലെ വെള്ളപ്പൊക്കവും. തിങ്സ് ദാറ്റ് we depend upon and value: water, energy, transportation, wildlife. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് ജലം, അതുപോലെ തന്നെ എനർജി, ഊർജ്ജം, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ വൈൽഡ് ലൈഫ്. ഇതെല്ലാം നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് നോക്കുന്ന കാര്യങ്ങളാണ്. അഗ്രികൾച്ചർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, എക്കോസിസ്റ്റംസ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യാരോഗ്യം, എക്കോസിസ്റ്റംസ്, നമ്മുടെ പരിസ്ഥിതി സംവിധാനങ്ങൾ, കൃഷി, വൈൽഡ് ലൈഫ്, ട്രാൻസ്പോർട്ടേഷൻ, എനർജി, വാട്ടർ എല്ലാം മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഫാക്ടേഴ്സാണ്. ഇവയെല്ലാം കാലാവസ്ഥ വ്യതിയാനം അഫക്റ്റ് ചെയ്യും. ദേ ആർ എക്സ്പീരിയൻസ് ദ എഫക്ട്സ് ഓഫ് ചേഞ്ചിങ് ക്ലൈമറ്റ്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രയാസങ്ങൾ ഈ ജലവിതരണ മേഖലയിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ അളവിലും
എനർജി, ട്രാൻസ്പോർട്ടേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ, എക്കോസിസ്റ്റംസ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എല്ലാത്തിനും ബാധിക്കാറുണ്ട്. മാനുഷിക ആരോഗ്യത്തിനൊക്കെ വലിയൊരു ഫാക്ടറാണ് ഈ ചേഞ്ച് ഓഫ് ക്ലൈമറ്റ്. എക്സ്പെർട്സ് ബിലീവ് there is still time to avoid the most negative outcomes by limiting warming and reducing emissions to zero as quickly as possible. അപ്പോൾ ഈ വിദഗ്ധർ പറയുന്നത് ഇനിയും സമയമുണ്ട് നമുക്ക് ശരിയായ മാർക്കുകൾ സ്വീകരിച്ച് ഈ ടെമ്പറേച്ചർ കൂടുന്നതും മറ്റും ഇല്ലാതാക്കാൻ, ക്ലൈമറ്റ് ചേഞ്ച് ലഘൂകരിക്കാനായിട്ട് ഇനിയും മാർഗങ്ങൾ ഉണ്ട് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നത്. Experts believe there is still time to avoid the most negative outcomes by limiting warming or reducing emissions to zero as quickly as possible. വാഹനങ്ങളുടെ പുക, ഫാക്ടറികളിൽ നിന്നുള്ള എമിഷൻ ഇവയെല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. റെഡ്യൂസിങ് അവർ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് will require investment in new technology and infrastructure which will spur the job growth. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസുകൾ, അവിടെ എമിഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഈ ജോബ് ഗ്രോത്തൊക്കെ നമുക്ക്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കും, ജോബ് ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. അഡീഷണലി ലോവറിങ് എമിഷൻസ് will lessen harmful impacts of human health. ഈ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ, അതിൻ്റെ എമിഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇമ്പാക്ട്സ് ടു ഹ്യൂമൻ ലൈഫ്, സേവിങ് കൗണ്ട്ലെസ് ലൈവ്സ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ ഹെൽത്ത് റിലേറ്റഡ് എക്സ്പെൻസസ്. അപ്പോൾ എമിഷൻസ്, അൺവാണ്ടഡ് എമിഷൻസ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസുകളുടെ എമിഷൻ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാണ്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആരോഗ്യവും അതുപോലെ ആ മേഖലയിൽ നമ്മൾ ചിലവാക്കുന്ന പണവും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവ ലാഭിക്കാനും കഴിയും. ഇമ്പാക്ട്സ് ഓഫ് സം ഓഫ് ദി ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് ആർ ഗിവൺ ബിലോ. ഈ കാലാവസ്ഥ മൂലമുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അതിൻ്റെ എഫക്റ്റുകൾ ഇനി പറയുന്നതാണ്. ഗ്ലോബൽ ടെമ്പറേച്ചർ റോസ് ടു അബൌട്ട് 1.8 degree F, 1 degree C to from 901 to 2020. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എഴുതി തന്നെ പഠിച്ചാൽ മതി. 1.98 degree Fahrenheit, that is 1.11 degree Celsius from, അങ്ങനെ തിരുത്തുക. രണ്ട് സ്ഥലത്ത് ഒരുപോലെ പഠിച്ചാൽ മതി. ഇതൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ നേരത്തെ 1.98 to 1.98 വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞത്. അത് 1.8 എന്നാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. അത് 1.98 ആക്കിക്കൂ. Global temperatures rose about 1.98 degree Fahrenheit or 1.1. You correct it as 1.98 ബ്രാക്കറ്റിനകത്ത് 1.1 degree Celsius from 1901 to 2020. 1901 മുതൽ 2020 വരെയുള്ള ഒരു 120 കൊല്ലം കാലം, ആ പീരീഡ് പരിഗണിച്ചാൽ ഗ്ലോബൽ ടെമ്പറേച്ചർ 1.98 degree Fahrenheit ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇമ്പാക്റ്റാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ് ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ്. വൺ ഓഫ് ദി മേജർ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ ടെമ്പറേച്ചർ ക്ലൈമറ്റിക് ചേഞ്ച് ഈസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസ്, global temperature increase. Sea level rise has accelerated from 1.7 millimeter per year throughout most of the 20th century to 3.2 millimeter per year since 1993. അതായത് കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് ഓരോ വർഷവും 1.7 മില്ലിമീറ്റർ ഉയരത്തിൽ സമുദ്ര വിതാനം പൊങ്ങുന്നുണ്ട്. ഒരു 93 ശേഷമാണെങ്കിൽ, 1999 ശേഷമാണെങ്കിൽ ഓരോ വർഷവും 3.2 മില്ലിമീറ്ററാണ് സീ ലെവൽ റൈസ് ചെയ്യുന്നത്. ഇത് മഞ്ഞുപാളികൾ ഉരുകി സമുദ്രവിതാനം കൂടുന്നതാണ്. Glaciers are shrinking. Average thickness of 30 well-studied glaciers has decreased more than 60 feet since 1918. മഞ്ഞുമലകൾ അത് ടെമ്പറേച്ചർ റൈസ് പോലെ ഉരുകും. ഒരു 30 ഗ്ലേഷ്യേഴ്സ് പഠിച്ചതിൽ നിന്ന്
അവയുടെ പൊക്കം 60 ഫീറ്റോളം താഴ്ന്നിട്ടുണ്ട്, 60 ഫീറ്റോളം കുറഞ്ഞിട്ടുണ്ട്. ഒരു 980 വരെ കാലഘട്ടം പരിശോധിച്ചാൽ മഞ്ഞുരുകി പോകുന്നതാണ് കാരണം. The area covered by sea ice in the Arctic at the end of summer has shrunk by 40% since 1979. ഐസിൻ്റെ ഏരിയ തന്നെ കുറഞ്ഞു. ആർട്ടിക് മേഖലയിലുള്ള ഐസിൻ്റെ ഏരിയ ഒരു 40% കുറഞ്ഞിട്ടുണ്ട് 1979 വരെ. The amount of carbon dioxide in the atmosphere has risen by 25% since 1958 and by 40% since the Industrial Revolution. അപ്പോൾ 1958 വരെ 25% ഇൻക്രീസാണ് കാർബൺ ഡയോക്സൈഡിൽ ഉണ്ടായത്. വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടം വരെ ഒരു 40% കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ഉണ്ടായി. ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ മുതൽ 40% റൈസ് ഉണ്ടായി. സ്നോ ഈസ് മെൽറ്റിംഗ് ഏർലിയർ കമ്പയർഡ് ടു ലോങ് ടേം ആവറേജസ്. മഞ്ഞ്, ആർട്ടിക് അന്റാർട്ടിക് റീജിയനിലുള്ള മഞ്ഞ് മുമ്പത്തേക്കാൾ വേഗത്തിൽ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലഡിങ് ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്. ഈ ടെമ്പറേച്ചർ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്. Flooding is an increasing issue as our climate is changing. വെള്ളപ്പൊക്കം വർദ്ധിച്ചു വരുന്നൊരു സംഭവമാണ്. Compared to the beginning of the 20th century, there are both stronger and more frequent abnormally heavy precipitation events across most of the United States. അമേരിക്കയുടെ മിക്കവാറും ഭാഗങ്ങളിൽ ഈ വളരെ കൂടിയ എണ്ണം വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺവേഴ്സിലെ ഡ്രോട്ട് ഈസ് ഓൾസോ ബിക്കമിങ് മോർ കോമൺ. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനൊപ്പം തന്നെ വരൾച്ചയും അതിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. വെള്ളപ്പൊക്കത്തിന് ശേഷം വരൾച്ച എന്നുള്ള രീതിയിൽ. പർട്ടിക്കുലർലി ഇൻ ദി വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഹ്യൂമൻസ് ആർ യൂസിങ് മോർ വാട്ടർ എസ്പെഷ്യലി ഫോർ അഗ്രികൾച്ചർ. ഈ വരൾച്ച കാലഘട്ടങ്ങളിൽ മനുഷ്യർ കൂടുതൽ വെള്ളം ഉപയോഗിക്കും കൃഷിക്ക് മറ്റും. മച്ച് ലൈക്ക് വി സെറ്റ് മോർ when it is hot out. Much like we set more when it is hot out. ചൂട് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വിയർക്കുന്നത് പോലെ വേനൽക്കാലത്ത് നമ്മൾ കൂടുതൽ വെള്ളം ഈ ബോർവെൽ വഴി വലിച്ചെടുത്ത് നഷ്ടപ്പെടുത്തും. ഹയർ എയർ ടെമ്പറേച്ചർ cause plants to lose or transpire more water, meaning farmers must give them more water. വരൾച്ച സീസണിൽ ഈ ചെടികളും മരങ്ങളും കൂടുതൽ വെള്ളം വലിച്ചെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ബാഷ്പം മാറ്റുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കൂടുതൽ വെള്ളം സപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കൃഷിക്കാരെങ്കിലും കൂടുതൽ നനയ്ക്കേണ്ടി വരും, വാട്ടറിങ് നടത്തേണ്ടി വരും വേനൽക്കാലത്ത്. ഇത് ജലനഷ്ടത്തിന് കാരണമാകും. Both highlight the need for more water in places where supplies are dwindling. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വേനൽക്കാലത്ത്. ബോത്ത് ഹൈലൈറ്റ്, ഇപ്പോൾ ജലം നഷ്ടപ്പെടുന്നത് ജലലഭ്യതയ്ക്ക് ലഭ്യത കുറവിന് കാരണമാകും. ഇപ്പോൾ കൂടുതൽ വാട്ടറിന് സപ്ലൈ വേണ്ടി വരും. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഹ്യൂമൻ ഹെൽത്ത്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൾറെഡി ഇമ്പാക്റ്റിംഗ് ഹ്യൂമൻ ഹെൽത്ത്. മനുഷ്യാരോഗ്യത്തെ ഈ കാലാവസ്ഥ വ്യതിയാനം സാരമായി ബാധിക്കും. ചേഞ്ചസ് ഇൻ വെതർ ആൻഡ് ക്ലൈമറ്റ് പാറ്റേൺസ് ക്യാൻ പുട്ട് ലിവ്സ് അറ്റ് റിസ്ക്. ഹീറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡ്ലി വെതർ ഫിനോമിന. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് മനുഷ്യാരോഗ്യത്തെ സാരമായി ബാധിക്കാറുണ്ട്. ടെമ്പറേച്ചർ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ആസ് ഓഷ്യൻ ടെമ്പറേച്ചർ റൈസ്,
As ocean temperature rise, hurricanes are getting stronger and welter, which can cause a direct and indirect deaths. അപ്പോൾ ഇങ്ങനെ സമുദ്ര ഊഷ്മാവ് കൂടുമ്പോൾ കാറ്റ്, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകും. അത് നേരിട്ടും അല്ലാതെയും കുറേ നഷ്ടങ്ങൾ മനുഷ്യർക്ക് വരുത്താറുണ്ട്. ഡ്രൈ കണ്ടീഷൻസ് ലീഡ് മോർ വൈൽഡ് ഫയേഴ്സ്. ഉണക്കാണെങ്കിൽ, വരൾച്ചയാണെങ്കിൽ കാട്ടുതീ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് ബ്രിങ് മെനി ഹെൽത്ത് റിസ്ക്. ഈ കാട്ടുതീ മൂലം അതിനകത്തുള്ള ജീവജാലങ്ങളെല്ലാം മനുഷ്യർക്കും അതിൽ നിന്നുള്ള ഈ വായുവൊക്കെ ശ്വസിച്ച് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹയർ ഇൻസിഡൻസ് ഓഫ് ഫ്ലഡിങ്. Higher incidence of flooding can lead to spread of waterborne diseases. ജലജന്യ രോഗങ്ങൾ പടരാൻ ഈ വെള്ളപ്പൊക്കം കാരണമാകും. ആൻഡ് they will cause injuries and chemical hazards. ഇഞ്ചുറീസും കെമിക്കൽ ഹസാർഡ്സും ഉണ്ടാകും. As geographical range of mosquitoes and ticks expand, they can carry disease to new locations. ഇപ്പോൾ കൊതുകുകളുടെ വർധനവ്, മറ്റ് പ്രാണികളുടെ വർധനവ് അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും. The most vulnerable groups, including children, the elderly people with pre-existing health conditions, outdoor workers, people of color, and people with low income are at an even higher risk because of commonly factors from. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് മൂലം വളരെ കൂടിയ നാശങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്, പ്രായമുള്ളവരാണ്, പ്രത്യേക അസുഖമുള്ളവരെയാണ്, ഈ പുറംപണി ചെയ്യുന്നവരെ. ഇപ്പോൾ മേസ്ത്രിമാരതുപോലുള്ള ആൾക്കാർ പുറംപണി ചെയ്യുന്നവർ, പിന്നെ വരുമാനം കുറവുള്ളവർ, പുറംപണിക്ക് പോകുന്നത് മിക്കവാറും വരുമാനം കുറവുള്ള അവരെല്ലാം ഈ കാലാവസ്ഥ ചേഞ്ച് ബാധിക്കും. അതുമൂലമുള്ള പ്രയാസങ്ങൾ, അസുഖങ്ങൾ അവർ നേരിടേണ്ടി വരും. ദി എൻവയൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുകൾ, പരിസ്ഥിതി എങ്ങനെയാണ്? Climate change will continue to have a significant impact on ecosystems. പരിസ്ഥിതി മേഖലയെ, ജീവജാലങ്ങളെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കാറുണ്ട്. ദ ആർട്ടിക് ഈസ് വൺ ഓഫ് ദി എക്കോസിസ്റ്റംസ് മോസ്റ്റ് വൾനറബിൾ ടു ദിസ് എഫക്റ്റ്. ആർട്ടിക് മേഖലയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ഈ ക്ലൈമറ്റ് ചേഞ്ചിന് വിധേയമാകുന്നത്. ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാകുന്നത് അവിടെയാണ്. As it is warming at least twice the rate of global average. ആർട്ടിക് മേഖലയിൽ ചൂട് കൂടുന്നത് ഈ ഗ്ലോബൽ ആവറേജിൻ്റെ ഒരു ഇരട്ടിയോളം വരും അതിൻ്റെ നിരക്ക്. ആൻഡ് മെൽറ്റിംഗ് ലാൻഡ് ഐസ് ഷീറ്റ്സ് ആൻഡ് ഗ്ലേസിയേഴ്സ് കോൺട്രിബ്യൂട്ട് ഡ്രമാറ്റിക്കലി ടു സീ ലെവൽ റൈസ് അറൗണ്ട് ദി ഗ്ലോബ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ടെമ്പറേച്ചർ കൂട്ടും. അത് ആർട്ടിക് മേഖലയിൽ ഐസിനെ ഉരുക്കിയാൽ സീ ലെവല് കൂടും. സീ ലെവൽ കൂടും. അപ്പോൾ ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകലാണ് ഈ സീ ലെവല് വർദ്ധിക്കാൻ കാരണം. അടുത്ത പോയിന്റ്, ഇൻഫ്രാസ്ട്രക്ചർ. കാലാവസ്ഥ ചേഞ്ച് മൂലം നമ്മൾ നിർമ്മിച്ച ഇൻഫ്രാസ്ട്രക്ചർ എന്ന് സംഭവിക്കും. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ബ്രിഡ്ജസ്, റോഡ്സ്, പോർട്സ്, electrical grids, broadband, internet and other parts of transportation communication systems. അപ്പോൾ നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ബ്രിഡ്ജുകൾ, പാലങ്ങൾ, റോഡുകൾ, പോർട്ടുകൾ, ഇലക്ട്രിക്കൽ ഗ്രിഡ്സ്, ബ്രോഡ്ബാൻഡ്, ഇൻ്റർനെറ്റ് ആൻഡ് അതർ പാർട്സ് ഓഫ് അവർ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കെട്ടിടങ്ങൾ, വാഹനങ്ങളെല്ലാം നമ്മൾ നിർമ്മിച്ചു വെച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇവയെ കാലാവസ്ഥ ചേഞ്ച് എങ്ങനെ ബാധിക്കും? It is often designed to be used for years or decades, and many communities have infrastructure that was designed without
ഫ്യൂച്ചർ ക്ലൈമറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ പല ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് ഭാവി ക്ലൈമറ്റ് ചേഞ്ചിനെ കണക്കിലെടുക്കാതെയാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറ്റം ഉണ്ടാകും. നമ്മൾ 10-25 കൊല്ലം ഉദ്ദേശിച്ചുണ്ടാകുന്നൊരു കെട്ടിടം ഒരു 10-40 കൊല്ലം കഴിയുമ്പോൾ ഡാമേജാകും. അതിന് മൂലം ഈ അന്തരീക്ഷത്തിലെ ബാഷ്പവും അതുപോലെ അതിനകത്തുള്ള അസിഡിറ്റിയൊക്കെ കാരണമാകും. ബട്ട് ഈവൻ ന്യൂ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ക്യാൻ ബി വൾണറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ പഴയ കാലത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, പുതിയ നിർമ്മിതികളും ഈ കാലാവസ്ഥ ചേഞ്ചിന് വിധേയമാകാറുണ്ട്. അതുമൂലം ഡാമേജ് സംഭവിക്കാറുണ്ട്. Extreme weather events that bring heavy rains, floods, winds, snow, or temperature changes can stress existing structures and facilities. അപ്പോൾ മഴ, വെള്ളപ്പൊക്കം, കാറ്റ്, മഞ്ഞ്, ടെമ്പറേച്ചർ റൈസ് ഇതെല്ലാം എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും, സ്ട്രെസ് ചെയ്യും. ഇൻക്രീസ് ടെമ്പറേച്ചർ ചേഞ്ചസ് റിക്വയർ മോർ ഇൻഡോർ കൂളിംഗ്. ടെമ്പറേച്ചർ കൂടിയാൽ നമുക്ക് ഇൻഡോർ കൂളിംഗ് വേണ്ടിവരും. വിസിക്കാൻ പോട്ട് സ്ട്രെസ് ഓൺ എനർജി ഗ്രിഡ്. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിയാൽ ഇൻഡോർ കൂളിംഗ് നമുക്ക് AC ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് എനർജിയുടെ നഷ്ടത്തിന് കാരണമാകും. നമുക്ക് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരും. സഡൻ ഹെവി റെയിൻഫാൾ ക്യാൻ ലീഡ് ടു ഫ്ലഡിംഗ് ദാറ്റ് ഷട്ട്സ് ഡൗൺ ഹൈവേസ് ആൻഡ് മേജർ ബിസിനസ് ഏരിയാസ്. കാലാവസ്ഥ ചേഞ്ച് മൂലം പെട്ടെന്നുള്ള മഴകൾ റെയിൻഫാൾ ഉണ്ടാകും. അത് ഹൈവേ യാത്ര പ്രയാസമാക്കും. അതുപോലെ തന്നെ ബിസിനസ് ഏരിയയെയും ബാധിക്കും. ബിസിനസ് ഹൗസുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. Many communities are not yet prepared to face climate-related threats. ഇപ്പോൾ കാലാവസ്ഥ മൂലമുള്ള ചേഞ്ച് മൂലമുള്ള ഭീഷണി നേരിടാൻ മിക്കവരും ഇതുവരെ തയ്യാറായിട്ടില്ല. Even within a community, some groups are more vulnerable to these threats than others. ഒരു സമൂഹത്തിൽ തന്നെ ചില ഗ്രൂപ്പുകൾക്ക് ഈ പ്രകൃതിക്ഷോഭം കൂടുതൽ നാശമുണ്ടാക്കും. ഇപ്പോൾ ദരിദ്രരായിട്ടുള്ള ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കുന്നവർക്ക് മഴയും വെള്ളപ്പൊക്കവും കൂടുതലായി ബാധിക്കും. എന്നാൽ വലിയ സുരക്ഷിതമായ കെട്ടിടങ്ങളിലുള്ളവർക്കതില്ല, പണക്കാർക്കില്ല. ഗോയിങ് ഫോർവേഡ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്മ്യൂണിറ്റീസ് ടു ഇൻവെസ്റ്റ് ഇൻ റിസിലൻറ്റ് മെഷേഴ്സ്. അപ്പോൾ ഈ കാലാവസ്ഥ ചേഞ്ച് മൂലമുള്ള ദുരിതങ്ങൾ കുറക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ വരും കാലങ്ങളിൽ സ്വീകരിക്കേണ്ടി വരും. That will be, we have to resort to infrastructure that will be able to withstand in future climatic risks. ഭാവിയിലുള്ള ക്ലൈമാറ്റിക് റിസ്കുകൾ, അപകട സാധ്യതകൾ ഒഴിവാക്കാൻ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ അതുകൂടി മുൻകൂട്ടി കണ്ടു നിർമ്മിക്കണം. റിസർച്ചേഴ്സ് ആർ സ്റ്റഡിയിങ് കറണ്ട് ആൻഡ് future impacts of climatic change on communities and can offer recommendations on best practices. അപ്പോൾ കൂടുതൽ പഠനങ്ങൾ ഈ കാലത്തേക്ക് വേണ്ടി വരും. റിസർച്ചേഴ്സ്, ഗവേഷകർ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറയാനാകും നമ്മൾ ഭാവി കൂടി മുൻകൂട്ടി എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കണമെന്ന്. ക്ലൈമാറ്റിക് ചേഞ്ചിനെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് റിസർച്ചേഴ്സ് പറയേണ്ട കാര്യമാണ്. Resilience education is vitally important for city planners, emergency managers, educators, communicators and all their community members to prepare for climate change. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അതുമൂലം ഉണ്ടാകുന്ന ഡാമേജിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കണം. എല്ലാവരും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സിറ്റി പ്ലാനേഴ്സ്, എമർജൻസി മാനേജേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, കമ്മ്യൂണിക്കേറ്റേഴ്സ് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. എങ്ങനെ കാലാവസ്ഥ ചേഞ്ച് മൂലമുള്ള ദുരിതം കുറക്കാനായിട്ട് മാർഗങ്ങൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്യണം. എഡ്യൂക്കേഷൻ നെക്സ്റ്റ്. ടീച്ചിങ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബി എ ഡോണ്ടിങ് ചലഞ്ച്. അപ്പോൾ കുട്ടികളെ ബോധവാന്മാരാക്കണം. സിലബസിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യം ഉൾപ്പെടുത്തണം. But it is a critical field for students to learn about as it affects many parts of society. സമൂഹത്തിലെ മിക്കവാറും എല്ലാ മേഖലയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളതുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കാൻ
വേണ്ട സംവിധാനം ഒരുക്കുകയും കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്, അതിൻ്റെ ഇമ്പാക്റ്റ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, റൈറ്റ് ആൻ എസ്സേ ഓൺ ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. റൈറ്റ് an essay on impacts of global climate change. That is all with your 39th lecture. We continue our classes. Thank you.